അപ്പോൾ ഓണത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും റീഓപ്പൺ ചെയ്യുന്നത്. ഇടവേളയ്ക്കുള്ള കാരണം എല്ലാ പ്രേക്ഷകർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് നമ്മുടെ പ്രിയ അമ്മമാർ, പ്രത്യേകിച്ച് ഗാന്ധി ഭവനിലെയും കോക്കാട് അമ്മ ആശ്രമത്തിലെയും അഗതി മന്ദിരത്തിലെയും എല്ലാ പ്രിയ അമ്മമാരോട് ചേർന്ന് അവരുടെ അനുഗ്രഹ ആശീസ്സുകളിലൂടെ ഇത് വീണ്ടും തുറന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരുപാട് പേര്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരൊക്കെ ഒരുപാട് പേര് കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തപ്പോൾ ഓണത്തിന് വേണ്ടി എന്താണ് ചേട്ടൻ കരുതി വെച്ചിരിക്കുന്നത്, എന്താണ് ഓണത്തിന് വേണ്ടി കൊട്ടാരക്കരയ്ക്കുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊട്ടാരക്കരയ്ക്കുള്ള എൻ്റെ ഓണ സമ്മാനവുമായിട്ടാണ്. കൊട്ടാരക്കരയ്ക്ക് കാരണം ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ഞാൻ കുറേ കാലമായി ബിസിനസ് ചെയ്യുന്ന എന്നോടൊപ്പം നിന്ന കൊട്ടാരക്കരക്കാർക്ക് വേണ്ടിയുള്ള എൻ്റെ ഓണ സമ്മാനം അനൗൺസ് ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കൊട്ടാരക്കരയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ ഓണ സമ്മാനമാണ്. നാളെ 8 മണിക്ക് ഷോപ്പ് ആരംഭിക്കും. നാളെ രാത്രി ഷോപ്പ് അടയ്ക്കുന്നില്ല. നമ്മളൊരു മിഡ് നൈറ്റ് സെയിൽ പോലെ ഫുൾ ടൈം 24 hours നാളെ ഷോപ്പ് ഉണ്ടായിരിക്കും. നാളെ നമ്മുടെ ഷോപ്പ് സന്ദർശിക്കുന്നവർക്ക് ഞാൻ സമ്മാനമായി കൊടുക്കാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഓണപ്പുടവകളും അതോടൊപ്പം ഓണത്തിന് വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത നമ്മൾ തന്നെ നമ്മളുടെ ഓൺ പ്രൊഡക്ഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ കുർത്തീസാണ് ഇത്. 799 നമ്മൾ മാർക്കറ്റ് പ്രൈസുള്ള കുർത്തീസാണ് ഇതും. അതോടൊപ്പം തന്നെ മുണ്ടുകൾ. അങ്ങനെ നമ്മൾ നാളെ ഷോറൂം സന്ദർശിക്കുന്നവർക്കുള്ള ഓണപ്പുടവ ഇവിടുന്ന് സൗജന്യമായിരിക്കും. പ്രത്യേകിച്ച് ആദ്യം സന്ദർശിക്കുന്ന 250 പേർക്കായിരിക്കും ഈ അവസരം ഉണ്ടായിരിക്കുന്നത്. നാളെ നമ്മുടെ ഷോറൂം സന്ദർശിക്കുന്നത് തികച്ചും സൗജന്യം. അവരൊന്നും പർച്ചേസ് ചെയ്തില്ലെങ്കിൽ കൂടെ നമ്മളിത് സൗജന്യമായി നൽകും. ഷോറൂം സന്ദർശിച്ചാൽ സൗജന്യമായി കൊടുക്കും. കാരണം കൊട്ടാരക്കരയ്ക്കുള്ള എൻ്റെ ഓണ സമ്മാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏറ്റവും ആദ്യം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കൊട്ടാരക്കരയല്ലേ ഏറ്റവും വലുത്. അപ്പോൾ കൊട്ടാരക്കരയ്ക്കുള്ള എൻ്റെ ഓണ സമ്മാനമാണ് അത്. ഇതും അതുപോലെ തന്നെ നല്ല മനോഹരമായ സാരികളുണ്ട്. അതേപോലെ ഫംഗ്ഷൻ കൊടുക്കുന്ന സെറ്റ് സാരി, അതെല്ലാം തന്നെ നാളെ ഷോറൂം സന്ദർശിക്കുന്ന ആദ്യത്തെ 250 പേർക്ക് നമ്മളിത് സൗജന്യമായി കൊടുക്കുകയാണ്. നമ്മൾ നാളെ രാവിലെ 8 മണിക്ക് ഓപ്പൺ ചെയ്യാനാണ് വിചാരിച്ചത്. പിന്നെ ഇതൊരു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൺ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൂറത്തിലുള്ള VRS കുർത്തീസുണ്ട്. വർഷങ്ങളായിട്ട് സൂറത്തിലുള്ള ഒരു മാനുഫാക്ചറാണ് VRS കുർത്തീസ്. അവരുമായിട്ട് ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ അവർ ഹെൽപ്പ് ചെയ്യുകയാണ്. കാരണം നമ്മളുടെ വീഡിയോസൊക്കെ അവർ കണ്ടിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ യൂണിറ്റും നമ്മൾക്ക് വേണ്ടി ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അവർ ഓൺ മാനുഫാക്ചറിങ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം ആ VRS കുർത്തീസിൻ്റെ പ്രോഡക്റ്റാണിത്. ഇത് നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് ഏറ്റവും വിലക്കുറവിലാണ് വിൽക്കുന്നത്. ഇത് 799 മാത്രമേ ഉള്ളൂ പ്രൈസ്. ഇതും നമ്മൾ നാളെ സൗജന്യമായി കൊടുക്കുകയാണ് നമ്മൾ നാളെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക്. വലിയ സന്തോഷം നിറഞ്ഞൊരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് നമ്മളിവിടെ എത്തിയതിപ്പോൾ. എന്നോടൊപ്പം നിൽക്കുന്നത് ഷൈൻ ചേട്ടനാണ്. ഒരുപക്ഷെ മലയാളികളും ലോകം മുഴുവൻ മറക്കാത്ത ഒരു ചേട്ടനാണിത്. കൊട്ടാരക്കര അദ്ദേഹത്തിൻ്റെ ഷോപ്പിലെ മുഴുവൻ വസ്ത്രങ്ങളും വയനാട്ടിലേക്ക് കൊടുത്ത ഷൈൻ ചേട്ടൻ വീണ്ടും ഞെട്ടിക്കുകയാണ് നമ്മളെ. നാളെ അദ്ദേഹത്തിൻ്റെ ഷോപ്പിലെത്തുന്ന എല്ലാവർക്കും ഓണപ്പുടവ സൗജന്യമായി കൊടുക്കുകയാണ്. ചേട്ടാ, ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? എന്താ ഇതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് ചേട്ടൻ? ഞാൻ പറഞ്ഞു, നിൽക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ? ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2 ദിവസം മുമ്പാണ് ഷോപ്പ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ കാലയളവിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. കാരണം ഇത് റീഫിൽ ചെയ്യാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ റീഫിൽ ചെയ്തു. കട അടച്ചിട്ട് ഒരു മാസം. കൊട്ടാരക്കരയുള്ള എല്ലാവർക്കും അറിയാം, കൊട്ടാരക്കരയുള്ള പലരും ഷോപ്പ് പൂട്ടി എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എങ്ങനെ, കാരണം 1 മാസമായിട്ട് ഷോപ്പ് അടഞ്ഞു കിടക്കുക, എല്ലാവരും അറിയിക്കണ്ടേ, പരസ്യം ചെയ്യണ്ടേ. നിങ്ങൾ കണ്ടറിയാം, ഞാൻ ഒരു പരസ്യവും ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്തത് എൻ്റെ പ്രിയ അമ്മമാരെ വിളിച്ച് ഷോപ്പ് വിളക്ക് കത്തിച്ചു. അവർ അനുഗ്രഹത്തോടെ വിളക്ക് കത്തിച്ചുള്ള അവർ അനുഗ്രഹമാണ് വില. കാരണം ഇപ്പം ഞാൻ നാളെ വരുന്ന നമ്മുടെ ഷോപ്പ് സന്ദർശിക്കുന്നവർക്കെല്ലാം ആദ്യം സന്ദർശിക്കുന്ന 250 പേർക്ക് ഞാൻ ഓണപ്പുടവ സൗജന്യമായി കൊടുക്കുകയാണ്. കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. നിങ്ങൾക്ക് എണ്ണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിരുന്നു എണ്ണിക്കാം. കൊടുത്തിരിക്കും. ഞാൻ പറയുന്നത് ഞാൻ ചെയ്തിരിക്കും. അതിന് എനിക്ക് എത്ര നഷ്ടം വന്നാലും അത് പ്രശ്നമല്ലാരും. എൻ്റെ ലാഭം ഞാൻ മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ കൊട്ടാരക്കരയിലെ എന്നും എൻ്റെ കൂടെ വേണ്ടത് എൻ്റെ കൊട്ടാരക്കരക്കാരാണ്. ഇവിടെയാണ് ഞാൻ പഠിച്ച് വളർന്ന എൻ്റെ സ്ഥലമാണിത്. എന്നെ വളർത്തി വലുതാക്കിയ സ്ഥലമാണ് കൊട്ടാരക്കര. ഈ കൊട്ടാരക്കരക്കാരാണ് എൻ്റെ കൂടെ വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ കൊട്ടാരക്കരയ്ക്ക് ചെയ്യുന്നത്. ഏത് പ്രതിസന്ധിയിലും ദൈവം നമുക്കൊരു വെളിച്ചമായി ആരെങ്കിലും കരുതി വെക്കും. ഞാനിത് കഴിഞ്ഞ ശേഷം ഞാൻ സൂറത്തിലുള്ള ഒരു വർഷങ്ങളെ സൂറത്തിൽ മാനുഫാക്ചർ ചെയ്യുന്നവർ അവർ നമ്മൾ ഇങ്ങോട്ട് സമീപിച്ചാണ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രൊഡക്ഷൻ എടുത്ത് തരാം, സഹായിക്കുന്നവർ. അങ്ങനെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരിക്കലും ഈ പ്രൈസിന് ഇത് വിൽക്കാൻ പറ്റില്ല. വിൽക്കുന്നതിന് മുമ്പ് ഞാൻ തീരുമാനിച്ചു ഇത് കൊട്ടാരക്കരയ്ക്കുള്ള എൻ്റെ സമ്മാനം. ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത്. വെറും സൗജന്യമായി കൊടുക്കുന്നത് കുറഞ്ഞ സാധനങ്ങളല്ല. അതോടൊപ്പം കണ്ടില്ലേ സാരി, മനോഹരമായ സാരി. അപ്പം ഇതെല്ലാം നമ്മൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് ഞാൻ പറയുന്നു, ഷോറൂം സന്ദർശിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ ഉണ്ടായിരിക്കും. പ്രാർത്ഥനയാണ് വേണ്ടത്. നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നില്ല, സ്നേഹവും സന്തോഷവും. തീർച്ചയായും ഈ പ്രതിസന്ധി എടുക്കുന്ന ഘട്ടത്തിൽ എന്നെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ പ്രിയ ഉപഭോക്താക്കൾക്ക് ചെയ്യും. ഞാൻ പറയും, എൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധിയും മാറ്റി നിർത്തി നമുക്കൊരാളെ സഹായിക്കാൻ പറ്റില്ല.
എന്തായാലും ഇത് വല്ലാത്ത ഞെട്ടിക്കുന്ന സംഭവമാണ്. കാരണം കട സാധനം മുഴുവൻ വയനാട്ടിൽ കൊടുത്തു, വീണ്ടും ഇത് സെറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്യാൻ ലക്ഷങ്ങളുടെ വകയായി. ആ ഘട്ടത്തിലാണ് നാളെ കൊട്ടാരക്കരക്കാർക്ക് ഓണ സമ്മാനമായി ഓണ പുടവയും ഓണമുണ്ടും സാരിയും ഒക്കെ സൗജന്യമായി കൊടുക്കുന്നത്. എങ്ങനെ ഇതൊരു വലിയ മനസ്സാണ് ശരിക്കും, എങ്ങനെ തോന്നുന്നു ഈ മനസ്സ്? ഇല്ല, എനിക്കങ്ങനെ ഇതൊരു വലിയ മനസ്സൊന്നും കരുതണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. കാരണം നമ്മൾ ഹോം ടൗൺ കൊട്ടാരക്കരയാണ്, അവരെ ചേർത്ത് നിർത്തുക, അവരെ ചേർത്ത്. കാരണം നമ്മൾ വയനാട് കൊടുത്തു, വയനാട്ടിൽ ഇതെല്ലാം ചെയ്തു. അപ്പോൾ കൊട്ടാരക്കരക്കാർക്ക് എന്താണ്, ഞാൻ 2 ദിവസമായിട്ട് ആലോചിക്കുമായിരുന്നു എന്താണ് കൊട്ടാരക്കരയ്ക്ക്. നമ്മളൊരു ഷോപ്പ് റീലോഞ്ച് ചെയ്തു, എന്താണ് കൊട്ടാരക്കരയ്ക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ തീരുമാനിച്ചു, ഞാൻ പറഞ്ഞു ഇത് പുതിയ പ്രോഡക്റ്റ് എടുത്താണ്, ഞാനത് വിൽക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പിട്ട് ഞാൻ അത് ആഴ്ചയിലിട്ട് 7 പ്രൈസ് ഇട്ട് ഫിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇത് കൊട്ടാരക്കരയ്ക്കുള്ള എൻ്റെ ആദ്യ ദക്ഷിണ. ഞാൻ പറയും, ഉറപ്പായിട്ടും ഞാൻ വീണ്ടും പറയുന്നു, ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ വരാനോ ഈ ഷോപ്പ് റീലോഞ്ച് ചെയ്യാനോ കഴിയുമെന്ന് ഒരിക്കലും ഞാൻ കരുതില്ല. കാരണം ഈ 1 മാസത്തോളം ഷോപ്പ് അടച്ചു കിടന്നു. അപ്പോൾ എന്നെ ചവിട്ടാവുന്നവർ മാക്സിമം ചവിട്ടി. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതിനെ അതിജീവിച്ചുകൊണ്ട് ഞാനിങ്ങനെ വന്നു. അപ്പോൾ ഇത് എൻ്റെ അതിജീവനമാണ്. ആ അതിജീവനത്തിൽ ഞാൻ കൊട്ടാരക്കരയെ ചേർത്ത് നിർത്തുന്നു. അപ്പോൾ എല്ലാവരും ഓർക്കുക, ഷൈൻ ചേട്ടൻ്റെ കടയുടെ റീലോഞ്ചിങ് ആണ് നാളെ രാവിലെ 8 മണി മുതൽ മറ്റന്നാൾ രാവിലെ 8 മണി, 24 മണിക്കൂർ ഷോപ്പ് ഉണ്ടാവും. നാളെ എത്തുന്ന ആദ്യത്തെ 250 പേർക്ക് ഓണപ്പുടവ സൗജന്യമാണ്. ഒപ്പം ഈ ചേട്ടനെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം വയനാട്ടിലേക്ക് ഈ കടയിലെ മുഴുവൻ സാധനങ്ങളും കൊണ്ടുകൊടുത്ത് ആ ജനതയെ സ്വന്തം നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കടയിലെത്തി എല്ലാവരും ഈ ഓണക്കാലത്ത് ബാക്കിയുള്ള എല്ലാ ഡ്രസ്സുകൾക്കും വലിയ രീതിയിലുള്ള റിബേറ്റ്, വിലക്കുറവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പങ്കാളികൾ ഈ ചേട്ടനെ നമ്മളോട് ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. നാളെയും ഈ ചേട്ടൻ്റെ ഈ ബിസിനസ് വലിയ രീതിയിൽ വളരണം. അപ്പോൾ നാളെ ഇത് MC റോഡിൽ ഇയങ്കുന്ന് ഭാഗത്താണ് ഈ സ്റ്റൈൽ ആൻഡ് ഫാഷൻ ഷോപ്പുള്ളത്. നാളെ രാവിലെ 8 മണി മുതൽ ഈ ഷോപ്പിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. എല്ലാവരും ഈ ഷൈൻ ചേട്ടനെ ചേർത്ത് നിർത്തുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ എന്തെല്ലാം കരുതി വെച്ചാലും എൻ്റെ കൂടെ നിൽക്കാൻ ഈ കൊട്ടാരക്കരക്കാരും എൻ്റെ പ്രിയ കസ്റ്റമേഴ്സും ഇല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ സന്തോഷത്തിൽ ഞാൻ എൻ്റെ പ്രിയ കസ്റ്റമേഴ്സിനെയും കൊട്ടാരക്കരക്കാരെയും പങ്കാളിയാക്കുന്നു. കഴിഞ്ഞ ഓണത്തിനും ഞാൻ കൊട്ടാരക്കരയിൽ അങ്ങനെ ചെയ്തിരുന്നു. ഈ വർഷവും കൊട്ടാരക്കരയ്ക്കുള്ള എൻ്റെ ഓണ സമ്മാനമാണിത്. നാളെ രാവിലെ മുതൽ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് ഇത് സൗജന്യമായി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ലാഭം നഷ്ടം എന്ന് പറയുന്നത്, ലാഭം മാത്രം നോക്കി ചെയ്യുന്ന പല ബിസിനസ്സുകളുണ്ട്. പക്ഷേ ഞാൻ അത് ലാഭം മാത്രം നോക്കി ചെയ്യുന്നതല്ല. ലാഭത്തോടൊപ്പം ഇവരെല്ലാവരും സ്നേഹം കൂടെ പ്രതീക്ഷ ചെയ്യുന്ന ഷോപ്പ് റീഓപ്പൺ ചെയ്തപ്പോഴും അതിനുശേഷമൊക്കെ ഒരു സ്നേഹം തന്നും കരുതലൊന്നും കൂടെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടുള്ള എൻ്റെ തിരിച്ചുള്ള കാര്യം, ഈ ഷോപ്പ് വന്ന് കണ്ട് ഞാൻ ചെയ്യുന്നത് റിയൽ ആണെന്ന് ബോധ്യപ്പെടുന്നവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാനിത് കൊടുക്കുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത്, ഇത് ഒരു സൗജന്യമായി കൊടുക്കുമ്പോൾ അതിൻ്റെ അർഹതപ്പെട്ടവർ വരും. അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. കാരണം ഒരു ഓണത്തിന് ഒരു പുതിയ ഡ്രസ്സ് ഇടാൻ ആഗ്രഹമുണ്ടായിട്ട് അത് ഇല്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാനിത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം പലരും ചിന്തിക്കും എനിക്ക് മാനസികമായ പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. എൻ്റെ റിയൽ സിറ്റുവേഷൻ പറഞ്ഞാൽ പ്രതിസന്ധികളുടെ മുകളിൽ പ്രതിസന്ധികളാണ് ഞാൻ. ലോകത്തൊരാൾക്കും ചിന്തിക്കാൻ പറ്റുന്ന, ഈ വീഡിയോ കാണുന്നവർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയുള്ള ആളാണ്. പക്ഷേ ഈ പ്രതിസന്ധിയിലും ഞാൻ ചെയ്യുക എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മളുണ്ടെങ്കിൽ, ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, നമ്മളുണ്ടെങ്കിൽ നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ നമ്മളുണ്ടെങ്കിൽ ആ പ്രതിസന്ധിക്ക് ഒരു വഴി ദൈവം കാണിച്ചു തരും. നാളെ നമ്മളില്ലെങ്കിലോ? അപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനൊപ്പം നിൽക്കുമ്പോൾ, മറ്റുള്ളവരെ കരുതാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ നടന്നു പോകും എന്ന വിശ്വാസമാണ് ഇതുവരെ നടത്തിയില്ലേ. കാരണം കഴിഞ്ഞ കുറേ പ്രതിസന്ധി കാലത്ത് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇത്രയും റീഫിൽ ചെയ്ത് ഈ ഷോപ്പിൽ നിൽക്കാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ. നാളെ ഷോപ്പ് ഫുൾ ഡേ ഷോപ്പ് ഉണ്ടാകുന്നു, 24 hours. നാളെ രാവിലെ 8 മണിക്ക് തുറന്നു, പിറ്റേ രാവിലെ 8 മണി വെച്ചാൽ ഫുൾ ഡേ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാം. അതോടൊപ്പം തന്നെ എല്ലാ വസ്ത്രങ്ങൾക്കും ഞാൻ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട്. ചേട്ടാ, ഇവിടെ എല്ലാം കാലിയല്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും ലോഡ് ചെയ്താൽ എല്ലാം റീഫിൽ ചെയ്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് റീഫിൽ ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ്. ഇതെല്ലാം പുതിയ ഏറ്റവും ട്രെൻഡാണ്. കാര്യം നിങ്ങൾക്കൊരു കാര്യത്തിൽ ധൈര്യമായിട്ട് പറയാം. കാരണം ഇത് ഇന്നലെ നമ്മൾ പറയുമല്ലോ, ഈ ഫ്രഷ് ഫുഡ് എന്നൊക്കെ പറയത്തില്ലേ, ഇവരെല്ലാം ഫ്രഷാണ്. അപ്പോൾ ഓൺ പ്രൊഡക്ഷനുള്ള എല്ലാം നമ്മൾ ഡിസ്പ്ലേ കിട്ടി വിൽക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ തയ്യാറാവുന്നത്. അതെ, നല്ല മെറ്റീരിയൽ തന്നെ. പിന്നെ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു, നമ്മൾ ദാനം ഗിഫ്റ്റ് കൊടുത്താൽ അത് ഏറ്റവും വർത്തായിട്ട് കൊടുക്കണം. മോശമായത് ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല. ഈ ഒരു കാലയളവിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഡീലേഴ്സ് ഉണ്ട്. ഞാൻ താഴെ നിങ്ങൾ നോക്കിയ ബണ്ടിലുണ്ട്, ഞാനില്ല ഷർട്ടിന് ബണ്ടില്ല, ഇവരെല്ലാം എനിക്ക് ഡെയിലി അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ കാണിച്ചൊരു മനസ്സ്, നിങ്ങൾ കാണിച്ചൊരു സന്തോഷം, വല്ലാത്ത മനസ്സല്ലേ, അതിനുവേണ്ടി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ മാത്രം, ഞാനത് പ്രകടമായി ചെയ്തേ ഉള്ളൂ. മലയാളിയുടെ സ്നേഹം അങ്ങനെയാണ്. ആ മലയാളിയുടെ മനസ്സ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. എന്നും എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള മനസ്സ് കാണിക്കുക. എന്തായാലും ഈ ചേട്ടനെ ഈ ഓണക്കാലത്ത് നമ്മൾ ചേർത്ത് നിർത്തണം. കാരണം ഇവിടെ എത്തി എല്ലാവരും ഈ ഓണക്കാലത്ത് തുണിയെടുക്കണം, ചേർത്ത് നിർത്തേണ്ടത് ആവശ്യമാണ്. കാരണം
ഈ കടയിലെ മുഴുവൻ സ്റ്റോക്കും വയനാട്ടിലേക്ക് കൊടുത്ത ഷൈൻ ചേട്ടനാണ് വീണ്ടും പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്നത്. ആ റീലോഞ്ചിങ്ങിലും അദ്ദേഹം നമ്മളെ ചേർത്ത് നിർത്തുന്നു. സൗജന്യമായി ഓണപ്പുടവ നാളെ കൊടുക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ എനിക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണല്ലോ, നിങ്ങളിവിടെ വന്ന് നിങ്ങളുടെ ആഗ്രഹത്തിനുള്ള വിലയ്ക്കാണ് നമ്മൾ ഒരുക്കി വെക്കുന്നെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യാം. അതെ, ഇവിടെ വന്ന് കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഇതിൽ കൂടുതൽ ഉറപ്പെന്താ വേണം ഒരു വ്യാപാരി തരാൻ? ഇവിടെ വന്ന് വാങ്ങാൻ പറയുന്നില്ല, കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിലയും ഉൽപ്പന്നവും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങുക. എന്തായാലും പിടിച്ചേക്കാനുള്ളൊരു വലിയ ശ്രമത്തിലാണ്. കാരണം ലക്ഷങ്ങളാണ് ആ വലിയ മനസ്സ് വയനാട്ടിലേക്ക് കൊണ്ട് വളരെ നല്ല മനസ്സോടെ കൊടുത്ത ഷൈൻ ചേട്ടനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഓണസമ്മാനത്തിന് വേണ്ടി നാളെ എല്ലാവരും ഷോപ്പിലെത്തണം. ഇത് MC റോഡിൽ, തിരുവനന്തപുരം റോഡിൽ ഇയ്യങ്കുന്നിലാണ് സ്റ്റൈൽ ആൻഡ് ഫാഷൻ ഉള്ളത്.